ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ലൈല ലുലു. അപ്പം നമ്മളിതാ ഇന്ന് പയറിൻ്റെ വിശേഷം പറയാനാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ അതിൻ്റെ മുമ്പ് ഒരു തക്കാളി കാണിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഒരു തക്കാളി പഴുത്തതുണ്ടായിരുന്നു കേട്ടോ. പയർ പറിക്കാൻ വേണ്ടിയിട്ട് വന്ന സമയത്ത് തക്കാളി പഴുത്തിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ പറിച്ചെടുത്തതാണ്. അപ്പോൾ ഇതാ നമ്മുടെ മീറ്റർ പയർ ഒരു മീറ്ററോളം എത്തിയിട്ടില്ലെങ്കിൽ ഒരു 1/2 മീറ്ററോളമൊക്കെ എത്തിയിട്ടുണ്ട്. ഒരു 2-3 എണ്ണമൊക്കെ ഏകദേശം നല്ലൊരു വലിപ്പമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും വെച്ചുകൊണ്ടിരുന്നാൽ അത് നന്നായിട്ട് മൂത്ത് പോകുമെന്ന് വിചാരിച്ചിട്ട് ഒക്കെ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സീഡ്സ് വാങ്ങിയതാണ് കേട്ടോ. വിത്ത് 20 രൂപ എങ്ങാണ്ടായിരുന്നു കേട്ടോ പാക്കറ്റിന്. അപ്പം ഞാൻ ഇതിന്ന് ഇതിൻ്റെ ഈ സീഡ്സ് മാത്രം പയർ നമ്മൾ ഉപ്പേരിക്ക് എടുക്കും, എന്നിട്ട് അതിൻ്റെ സീഡ്സ് അതിൽ നിന്ന് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇനി വേറെ ഇല്ല നടാൻ. അപ്പം നട്ടതൊക്കെ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഉള്ളത് ഇത് മാത്രമാണ് ഉള്ളത്. ഇതൊരു 4 തൈ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പിടിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇതിന്ന് ഫസ്റ്റ് ഒരു പയറോ 2 പയറെങ്ങാണ്ടോ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ നല്ലപോലെ. പിന്നെ ഇപ്പോൾ ഇതൊരു 3-4 എണ്ണം ഒരുമിച്ച് വന്നു. പിന്നെ ഇവിടുന്ന് എടുത്തിട്ട് പിന്നെ അപ്പുറത്തെ സൈഡിൽ പോയിട്ട് എടുക്കണം. അപ്പോൾ എല്ലാം കൂടെ ആയിട്ട് ചെറിയൊരു ഉപ്പേരിക്ക്. പിന്നെ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്നാൽ മൂത്തും പോവും. അപ്പം പറിച്ചതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയറും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ അപ്പുറത്തെ സൈഡിൽ കുറച്ച് പയറും കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതും കൂടെ ഒക്കെ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ പച്ചമുളക് 2 എണ്ണം എടുക്കുന്നുണ്ട്. പച്ചമുളകിൻ്റെ വിശേഷം പറയുകയാണെങ്കിൽ കാന്താരി മുളകൊക്കെ മാറി നിൽക്കും. കാരണം അമ്മാതി എരിവ് എന്ന് പറഞ്ഞാൽ നല്ല എരിവ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഈ കാന്താരി മുളകൊക്കെ നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കൂലേ, അതേപോലെ ഒന്ന് കഴിച്ച് നോക്കിയതാണ്. എരിഞ്ഞിട്ട് ഞാൻ നന്നായിട്ട് അനുഭവിച്ചു. അപ്പം അത്രയ്ക്ക് നല്ല എരിവുണ്ട്. ഇത് ഇവിടുത്തെ സീഡ്സിലുള്ള പച്ചമുളകല്ല, പച്ചമുളകിൻ്റെ തൈയല്ല, ഇവിടുത്തെ സീഡ്സിൻ്റെ വേറെ ഞാൻ വെച്ചത്, അത് വേറെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തക്കാളി ഇങ്ങനെ പറിച്ച് ബോക്സിൻ്റെ അകത്ത് വെക്കുകയാണ്. പുറത്ത് വെച്ചാൽ എന്തെങ്കിലും ജന്തുക്കളൊക്കെ കേടാക്കുമെന്ന് കരുതിയിട്ട് പറിച്ചിട്ട് പിന്നെ പഴുക്കാനും കൂടെ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ടിന്നിലാക്കി വെക്കുകയാണ്. അപ്പോൾ അതെല്ലാം കൂടെ എടുത്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അപ്പോൾ ഇന്ന് കിട്ടിയ തക്കാളിയും പിന്നെ ആദ്യത്തെ ഇതിൻ്റെ മുമ്പ് കുറേ പച്ച തക്കാളി പറിച്ചത്, അങ്ങനെ ഒത്തിരി തക്കാളിയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ.